ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലുളാകർ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല ഗംഭീര അടിപൊളി സന്തോഷമായിട്ടുള്ളൊരു വർഷമായിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ഒരുപാട് OTT റിലീസാണ് എത്തുന്നത്. ഈ ഒരു ആഴ്ചയിൽ കുറച്ച് ചിത്രങ്ങൾ OTT റിലീസ് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ OTT റിലീസുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം ഒന്നും വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ തന്നെ എവിടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിജു വിൽസൺ, സുധീഷ്, നിഷ സാരംഗ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഏപ്രിൽ മാസം തിയേറ്റർ റിലീസ് ചെയ്ത ഒരു കോമഡി ഡ്രാമ പദത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഈ ചിത്രം ഇപ്പോൾ ന്യൂ ഇയർ പ്രീമിയർ ആയിട്ട് നമ്മുടെ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം മനോരമ മാക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വിടുതലൈ പാർട്ട് 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് സേതുപതി, സൂര്യ, അതുപോലെ തന്നെ മഞ്ജു വാര്യർ, കിഷോർ, അതുപോലെ തന്നെ ഗൗതം വാസുദേവ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു വിടുതലൈ പാർട്ട് 2 എന്ന് പറയുന്നത്. പാർട്ട് 1 നല്ല സക്സസ് ആയിട്ടുള്ള ചിത്രമായിരുന്നു. പാർട്ട് 2 കൊമേഴ്സ്യലി ചിത്രം കുഴപ്പമില്ലാണ്ട് ഓടിയിട്ടുണ്ടെങ്കിലും ചിത്രം വലിയ സക്സസ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ വ്യക്തതയൊന്നുമില്ല. ചിത്രം ഇപ്പോൾ ഇതിൻ്റെ ലീക്ക്ഡ് റിലീസ് എത്തിയിരിക്കുകയാണ്. ഡിസംബർ മാസം 20 റിലീസ് ചെയ്ത ചിത്രത്തിൻ്റെ ലീക്ക്ഡ് പ്രിന്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് C5 ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ജനുവരി മാസം ലാസ്റ്റോടുകൂടിയിട്ടായിരിക്കും ഒഫീഷ്യലി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാരോസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മോഹൻലാൽ, കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ സംവിധാനം ചെയ്ത് അഭിനയിച്ചിട്ടുള്ള ഒരു 3D ചിത്രമായിരുന്നു ബാരോസ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയ അനക്കൊന്നും സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രം ഇപ്പോൾ ലീക്ക്ഡ് റിലീസ് എത്തിയിട്ടുണ്ട്. തമിഴ് ഭാഷയിൽ ലീക്ക്ഡ് റിലീസ് എത്തിയിട്ടുണ്ട്. ഒഫീഷ്യലി ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഡിസ്നി ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന കാര്യത്തിൻ്റെ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ED എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ശ്യാം മോഹൻ, സുധീർ കരമന, ഗ്രേസ് ആന്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡാർക്ക് കോമഡി കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ED എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിൻ്റെ ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ചിത്രം ഇപ്പോൾ ലീക്ക്ഡ് റിലീസായിട്ട് ഇപ്പോൾ ടെലിഗ്രാമിലൊക്കെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യവർക്കൊക്കെ അവിടുന്ന് കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഓൾ വി ഇമേജ് എസ് എ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കനി കുസൃതി, ദിവ്യപ്രഭ, അസീസ് നെടുമങ്ങാട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പായൽ കൃപാടിയ ചിത്രമായിരുന്നു ഓൾ വി ഇമാജ് ആസ് എ ലൈറ്റ് എന്ന് പറയുന്നത്. കാനലിലൊക്കെ ചിത്രത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലും ഒരുപാട് അവാർഡുകളും പ്രശംസകളൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ ഡിസ്നി ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 3 പാൻ ഇന്ത്യ ഭാഷയിൽ, മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കടകൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അക്കീം ഷാ, ശരത് സഭ, ആർശ്രീ അശോകൻ, രഞ്ജിത്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു കടകൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം കഴിഞ്ഞ ദിവസം റിലീസ് ഉണ്ടാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്പോൺ ചെയ്തിപ്പോൾ ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ജനുവരി മാസം 3 സൺനെക്സ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെയാണ്. ഇനി മാറ്റുമെന്നുള്ള കാര്യത്തിലുള്ള വ്യക്തതയൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗഗനചാരി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനാർക്കലി മരക്കാർ, ഗോകുൽ സുരേഷ്, അതുപോലെ തന്നെ അജു വർഗീസ്, KB ഗണേഷ് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ഗഗനചാരി എന്ന് പറയുന്നത്. ഒരുപാട് അവാർഡുകളൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ മറ്റൊരു OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 3 മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം മനോരമ മാക്സിലൂടെയും കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഐ ആം കാതലൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നെസ്ലിൻ, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, വിനീത് വിശ്വം, അതുപോലെ തന്നെ സജിൻ ചെറുകുഴി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ടെക്നോ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ഐ ആം കാതലൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമ മാക്സും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് കേട്ടിട്ടുള്ളത് ചിത്രം ഈ വരുന്ന ജനുവരി മാസം 3 ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. വലിയ വ്യക്തതയൊന്നുമില്ല ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ട്. ചെറിയൊരു അപ്ഡേറ്റ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അരകൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മൈക്കൽ തങ്കതുരൈ, അതുപോലെ തന്നെ
കാവ്യപ്രിയ മനോഹർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു അരകൻ എന്ന് പറയുന്നത്. ഒക്ടോബർ മാസം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 3-ാം തീയതി ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആഹാ തമിഴിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഐ വാണ്ട് ടു ടോക്ക് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഭിഷേക് ബച്ചൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ ഭാവത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഐ വാണ്ട് ടു ടോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 3-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഹിന്ദി ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലോക്കർബി എ സെർച്ച് ഫോർ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കോളിൻ ഫെർത്ത് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു ലോക്കർബി എ സെർച്ച് ഫോർ ട്രൂത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ജിയോ സിനിമാസാണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 3-ാം തീയതി ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, വിനീത് കുമാർ അതുപോലെ തന്നെ വമ്പൻ താരനിരയോടുകൂടി വന്നിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഡിസംബർ മാസം ക്രിസ്മസ് പ്രീമിയർ ആയിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ജനുവരി മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. മലയാള സിനിമ അല്ല ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വയലൻസ് നിറഞ്ഞിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മാർക്കോ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ലീക്കഡ് ആയിട്ടുള്ള ഹിന്ദി വെർഷനും അതുപോലെ തന്നെ തിയേറ്റർ ഓഡിയോ കട്ട് ചെയ്തിട്ടുള്ള വെർഷനും ഇപ്പോൾ ടെലിഗ്രാമിലൂടെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഒ.ടി. റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ജനുവരി മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പണി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത് നായകനായിട്ട് അഭിനയിച്ച് കൂടെ തന്നെ സാഗർ സൂര്യ, ജുനൈസ് അതുപോലെ തന്നെ പ്രശാന്ത് അലക്സാണ്ടർ ഇങ്ങനെ വമ്പൻ താരനിരയോടുകൂടി തിയേറ്ററിൽ വിജയിച്ചിട്ടുള്ള ഒരു വൻപൻ വിജയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പണി എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ സോണി ലീവ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നൊക്കെയുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സോണി ലീവിൻ്റെ ഭാഗത്തുനിന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പാൻ ഇന്ത്യ ഭാഷയിൽ ഈ ചിത്രം ജനുവരി മാസം 9-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹലോ മമ്മി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷർഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, അജു വർഗീസ്, ജഗദീഷ് അതുപോലെ തന്നെ ജോണി ആൻ്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്നത്. നവംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഒരു ഹൊറർ കോമഡി വിഭാഗത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ജനുവരി മാസം 9-ാം തീയതി നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ത്രയം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, സണ്ണി വെയിൻ, ചന്തുനാഥ്, അനാർക്കലി അങ്ങനെ വൻപൻ താരനിരയോട് കൂടി വന്നിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ത്രയം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഞാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വരുന്നുണ്ടെന്ന്. പക്ഷേ ഒഫീഷ്യലി ചിത്രം നമ്മുടെ മനോരമ എക്സിലൂടെ ക്രിസ്മസ് പ്രീമിയർ റിലീസ് നടന്നതാണ്. ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിൻ്റെ ആമസോൺ പ്രൈമിൽ ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നും അതിൻ്റെ അപ്ഡേറ്റ് റേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ഒന്നെങ്കിൽ ജനുവരി മാസം 3-ാം തീയതി അല്ലെങ്കിൽ ജനുവരി മാസം 9-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അതിന് ശേഷമായിരിക്കാം മനോരമ എക്സിലൂടെ ഒഫീഷ്യലി ചിത്രം റിലീസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പുഷ്പക വിമാനം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിജു വിൻസൻ, ബാലു വർഗീസ്, ധീരജ് ജന്നി അതുപോലെ തന്നെ ലെന സിദ്ദിഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു പുഷ്പക വിമാനം എന്ന് പറയുന്നത്. ഒക്ടോബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് ഈ ഒരു ചിത്രത്തിൻ്റെ തിയേറ്ററിൽ വലിയൊരു വിജയം നേടാൻ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ് 2 ഒ.ടി. പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയുള്ളത്. ഒന്ന് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സൈന പ്ലേ ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ വരുന്ന ജനുവരി മാസം 10-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അർജുൻ അശോകൻ, സംഗീത അതുപോലെ തന്നെ സൈജു ഗ്രൂപ്പ്, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രത്തിൻ്റെ ഒ.ടി. റൈറ്റ്സ്
ഒഫീഷ്യലി സ്വന്തമായിട്ടുള്ള എന്ന് റിലീസ് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ നസ്രിയ നസീം, ദീപക് പറമ്പോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡാർക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലും എടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള C5 ആണ്. ചിത്രത്തിൻ്റെ ലീക്ക്ഡ് പ്രിന്റ് ഒഫീഷ്യലി റിലീസായിട്ട് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ജനുവരി മാസം 10-ാം തീയതി C5-ലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കാവുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.